ഒരു മൃഗം പകയുമായി നമ്മളെ വിടാതെ പിന്തുടരുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കഥകളിൽ അങ്ങനെ ഒരുപാട് ഉണ്ടാകാറുണ്ട്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായാലോ? വെൽക്കം ബാക്ക് സ്റ്റോറി ബോർഡ്. 1997 റഷ്യയിലാണ് സംഭവം. പ്ലാവ്ലേറ്റ് മാർക്കോ എന്ന വേട്ടക്കാരൻ റിമോറിയ ഈസ്റ്റിൽ കാട്ടിൽ വേട്ടയ്ക്കെത്തിയതായിരുന്നു. ഒരുപാട് അലഞ്ഞ ശേഷം മാർക്കോ ഒരു കാട്ടുപന്നിയെ കണ്ടെത്തി. വെടിയുതിർക്കാനായി മാർക്കോ കുറ്റിച്ചെടികൾക്കിടയിൽ മറഞ്ഞിരുന്നു. പെട്ടെന്ന് മാർക്കോനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഭീകരജീവി പന്നിയുടെ മേൽ ചാടി വീണു. ഉയർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾക്കിടയിലായതിനാൽ ഏതാണ് ഈ ജീവി എന്ന് പെട്ടെന്ന് മാർക്കോവിന് തിരിച്ചറിഞ്ഞില്ല. കുറ്റിക്കാട്ടിൽ നിന്നും തലയുയർത്തി നോക്കിയ മാർക്കോ കണ്ടത് ഒരു ഭീമൻ കടുവയെയാണ്. ഒരു നിമിഷം ഭയന്നുപോയ മാർക്കോ ധൈര്യം വീണ്ടെടുത്ത് തൻ്റെ തോക്ക് കാട്ടുപന്നിയിൽ നിന്നും കടുവയിലേക്ക് ചൂണ്ടി. പട്ടിണി പാവങ്ങളും തൊഴിൽരഹിതരുമായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന റിമോറിയ എന്ന ദേശത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കാഠിന്യം കൊണ്ടാണ് മാർക്കോ ഇത്രയധികം അപകടകരമായ ജോലി ഏറ്റെടുത്ത് കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്നത്. വേട്ടയാടിക്കൊന്ന കടുവയെ വാങ്ങാൻ കരിഞ്ചന്തയിൽ സമ്പന്നരായിട്ടുള്ളവർ ക്യൂ നിൽക്കുമായിരുന്നു. പരമ്പരാഗത ചൈനീസ് വൈദ്യന്മാരും മറ്റും വ്യാപകമായി ഇവയെ ലക്ഷങ്ങൾ കൊടുത്തും സ്വന്തമാക്കാറുണ്ട്. താൻ എടുക്കുന്നത് അപകടകരമായ ജോലിയാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിലും കടുവയെ കൊന്നാൽ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഓർത്ത് മാർക്കോ കടുവയ്ക്ക് നേരെ ഉന്നം പിടിക്കാനായി ഇറങ്ങിയത്. സൈബീരിയൻ കടുവകൾ എന്ന് പറയുന്നത് താരതമ്യേന മറ്റ് കടുവകളെക്കാളും വലിപ്പം കൂടിയവയാണ്. സാധാരണ 3 മീറ്ററിൽ കൂടുതൽ വരെ നീളമുണ്ടാവാറുണ്ട്. ഇവയുടെ വാല് തന്നെ 1 മീറ്റർ വരെ വളരാറുണ്ട്. ആൺകടുവകൾ ശരാശരി 320 വരെ ഭാരമുണ്ടാകും. കൂടാതെ ഈ കടുവകളുടെ സൈക്കോളജി മറ്റു കടുവകളെക്കാളും വ്യത്യസ്തവുമാണ്. അപകടകാരികളായ കരടികളെയും മറ്റു മൃഗങ്ങളെയും അങ്ങോട്ട് പോയി ആക്രമിക്കുന്ന സ്വഭാവക്കാരാണ് ഇവ. ധൈര്യത്തോടൊപ്പം ശക്തിയും തന്ത്രവും വേഗവും കൂടിച്ചേരുന്ന ഒരു ഡെഡ്ലി കോംബോ ആണ് സൈബീരിയൻ കടുവകൾ. ഈ കടുവയെയാണ് മാർക്കോ ഉന്നം പിടിച്ചിരിക്കുന്നത്. കൂടുതൽ ആലോചിക്കാതെ അയാൾ കാഞ്ചി വലിച്ചു. വെടികൊണ്ട് പരിക്ക് പറ്റിയ കടുവ ദൂരെ ഓടിയ സമയം കാട്ടുപന്നിയും കൊണ്ട് മാർക്കോ ഉടൻ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെട്ടതോടെ എല്ലാം കഴിഞ്ഞെന്ന് കരുതിയ മാർക്കോവിന് തെറ്റി. ഈ കടുവകൾ ഡിറ്റക്റ്റീവ് മെൻറ്റാലിറ്റിയുള്ള ജീവികളാണ്. വെടിവെച്ചത് അടുത്തുനിന്നായതുകൊണ്ട് തന്നെ കടുവ ചുറ്റും നടന്ന് മണം പിടിച്ച് വെടിവെച്ചയാളെ മനസ്സിലാക്കി. എന്നിട്ട് മണം പിടിച്ച് മാർക്കോ ഓടിപ്പോയ വഴിയിലൂടെ മുന്നോട്ട് പോയി. താൻ പിടിച്ച ഇരയെ മറ്റൊരാൾ കൈക്കലാക്കി എന്നത് തന്നെ കടുവയെ സംബന്ധിച്ച് മാർക്കോവിനെ ശത്രുവാക്കാനുള്ള കാരണമാണ്. പക്ഷേ ഇയാൾ തന്നെ ആക്രമിക്കുക കൂടി ചെയ്തിരിക്കുന്നു. ഗ്രാമത്തിൽ തിരിച്ചെത്തിയ മാർക്കോ തൻ്റെ നാട്ടുകാരോട് കാര്യം പറഞ്ഞു. നാട്ടുകാർ മാർക്കോവിനോട് പറഞ്ഞു, നിങ്ങൾ കടുവയെ 1 വട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവൻ നിങ്ങളെ 100 വട്ടം കണ്ടതിന് ശേഷമായിരിക്കും. സൈബീരിയൻ കടുവകളെ വേട്ടയാടാൻ തുനിഞ്ഞാൽ എന്തു വില കൊടുത്തും അത് ചെയ്തിരിക്കണം. ഒരിറ്റ് ജീവൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവ നിങ്ങളെ തേടി പിടിച്ചു വന്ന് കൊന്നിരിക്കും. മാർക്കോ വീട്ടിലെത്തി. അന്ന് അയാൾക്ക് ഉറക്കം വന്നില്ല. താൻ വലിയ പാതകം ചെയ്തിരിക്കുന്നു എന്ന കുറ്റബോധം അയാളെ വിടാതെ പിന്തുടർന്നു. പിറ്റേ ദിവസം രാവിലെ പരിഭ്രാന്തനായ മാർക്കോ വീടിന് പുറത്ത് തൻ്റെ മണം പതിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും നശിപ്പിച്ചു. ഈ കാര്യങ്ങൾ അറിയാവുന്ന നാട്ടുകാരും സുഹൃത്തുക്കളും മാർക്കോവിനെ തങ്ങളിൽ നിന്നും അകറ്റി നിർത്തി. അങ്ങനെ അയാൾക്ക് ഒളിച്ചു താമസിക്കാൻ പോലും സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്താനായില്ല. രാത്രിയായപ്പോൾ അയാൾക്ക് 2 വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ മഞ്ഞു പെയ്യുന്ന തെരുവിൽ കടുവയെ പേടിച്ച് കഴിച്ചു കൂട്ടുക, അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള തൻ്റെ വീട്ടിൽ അഭയം തേടുക. അയാൾ വീട്ടിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. മഞ്ഞുമൂടിയ ഇരുണ്ട രാത്രിയിൽ മാർക്കോ മുന്നോട്ട് നടന്നു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കടുവ അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തന്നെ ആക്രമിച്ച് ഇരയും കൊണ്ടോടിയ ശത്രുവിൻ്റെ ശിക്ഷ അവൻ നടപ്പാക്കി. 4 ദിവസത്തിന് ശേഷം മാർക്കോയുടെ സുഹൃത്ത് ഡിവോണിക്സ് ആണ് ബോഡി കണ്ടെത്തുന്നത്. കൊന്ന ശേഷം കടുവ അയാളുടെ ശരീരം വലിച്ചിഴച്ച് കാലിനടുത്തുവരെ കൊണ്ടുപോയിരുന്നു.
മാത്രവുമല്ല, കടുവ തൻ്റെ പ്രതികാരദാഹം മുഴുവനും മാർക്കോവിൻ്റെ മൃതശരീരത്തിൽ തീർത്തു. കടുവ അയാളെ ആകരിച്ചിരുന്നു. ഈ ആൺകടുവയ്ക്ക് 10 അടി നീളവും അതിനൊത്ത ഭാരവും ഉള്ളതായിട്ടാണ് അതിൻ്റെ കാൽപാദങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത്. പക്ഷേ ഇതോടെയെല്ലാം അവസാനിച്ചില്ല. ശേഷവും ഇതിനടുത്തുള്ള ഗ്രാമങ്ങളിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. എന്നുവെച്ചാൽ കടുവയുടെ മനുഷ്യവേട്ട മാർക്കോയിൽ അവസാനിച്ചിട്ടില്ല എന്നർത്ഥം. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ തൻ്റെ അടുത്ത ഇരയെ തേടി സ്വൈരവിഹാരം നടത്തി. നാട്ടുകാരെല്ലാം ജാഗരൂകരായി. പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് എല്ലാവർക്കും അധികൃതർ നിർദ്ദേശം നൽകി. പക്ഷേ ജാൻവി പ്രൊജക്നിയ എന്ന മുൻ സൈനികൻ ഈ നിർദ്ദേശങ്ങളെല്ലാം ധിക്കരിച്ചുകൊണ്ട് തൻ്റെ തോക്കുമെടുത്ത് കാട്ടിൽ വേട്ടയ്ക്ക് പോയി. കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അയാളുടെ മൃതശരീരം കടുവ ആഹരിച്ച നിലയിൽ കണ്ടെത്തി. പക്ഷേ ശരീരഭാഗങ്ങൾ ഒന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല. ഇൻസ്പെക്ഷൻ ടൈഗർ യൂണിറ്റ് ഒരു തീരുമാനമെടുത്തു. ഈ നരഭോജി കടുവയെ എത്രയും പെട്ടെന്ന് കൊന്നുകളയണം. അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. പിന്നീട് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് മറ്റൊരു വേട്ടക്കാരൻ്റെ വീട്ടുമുറ്റത്തായിരുന്നു. കുറേ അധികം സമയം മരച്ചുവട്ടിൽ കാത്തിരുന്നതായി അധികൃതർ കണ്ടെത്തി. വേട്ടക്കാരൻ അന്നവിടെ തിരിച്ചെത്താതിരുന്നത് ഭാഗ്യമായി. സാധാരണ സൈബീരിയൻ കടുവകൾ ദിവസം 50 മുതൽ 60 കിലോമീറ്ററുകളോളം സഞ്ചരിക്കാറുണ്ട്. എന്നാൽ ഈ കടുവ ഓരോ 100 മീറ്റർ നടക്കുമ്പോഴും വിശ്രമിച്ച ശേഷമാണ് മുന്നോട്ട് പോവുക. ഒരുപക്ഷെ മാർക്കോവിൻ്റെ വെടികൊണ്ട് കാര്യമായ മുറിവ് പറ്റിയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ മറ്റുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ കഴിയാത്തത് കാരണം അതിജീവനത്തിനായി ഏറ്റവും ദുർബലരായ മനുഷ്യരെ കീഴ്പ്പെടുത്താനും തൻ്റെ ഭക്ഷണമാക്കാനും ഈ കടുവ തീരുമാനിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഇൻസ്പെക്ഷൻ ടൈഗർ യൂണിറ്റ് ഏർപ്പാടാക്കിയ ഒരു കൂട്ടം വേട്ടക്കാർ കടുവയെ അന്വേഷിച്ചു കാട്ടിലേക്കിറങ്ങി. പതുങ്ങി ഒച്ചയുണ്ടാക്കാതെ ഒളിച്ചിരിക്കുന്ന കടുവകളെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല എന്നറിയാവുന്ന വേട്ടക്കാർ പരിശീലനം ലഭിച്ച നായ്ക്കളുമായിട്ടായിരുന്നു കാട്ടിൽ കയറിയത്. നായ്ക്കൾക്ക് മണം പിടിച്ച് പെട്ടെന്ന് തന്നെ കടുവയിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കാൻ കഴിയും. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പട്ടികൾ വിരണ്ട് പിന്നിലേക്ക് വലിയുന്ന പോലെ തോന്നി. പട്ടികളുടെ അസാധാരണ പെരുമാറ്റം കണ്ടപ്പോൾ വേട്ടക്കാർക്ക് കാര്യം പിടികിട്ടി. ഏത് നിമിഷവും കടുവ തങ്ങളുടെ മേൽ ചാടി വീഴാം. ചുറ്റും നിശബ്ദത മാത്രം. പെട്ടെന്ന് ഒരലർച്ചയോടെ ഉയർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾക്കിടയിലൂടെ കടുവ മുന്നിലേക്ക് ചാടി വീണു. വേട്ടക്കാർ ഉടൻ തന്നെ കടുവയ്ക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. കടുവ ഒരു വേട്ടക്കാരൻ്റെ മേൽ ചാടി വീണു. വേട്ടക്കാരൻ്റെ നെഞ്ചിൽ കടുവയുടെ കൂർത്ത നഖങ്ങൾ ആഴ്ന്നിറങ്ങി. ഭാഗ്യത്തിന് അയാളുടെ കൈവശമുണ്ടായിരുന്ന വാക്കി ടോക്കിയിലായിരുന്നു കടുവയ്ക്ക് പിടുത്തം കിട്ടിയത്. എന്നിട്ട് അയാളുടെ തോക്കിൻ തുമ്പിൽ കടിച്ചു വലിക്കുന്നതിനിടെ വേട്ടക്കാരൻ കാഞ്ചി വലിച്ചു. അങ്ങനെ ആ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ കടുവ ചേതനയേറ്റ് താഴെ വീണു. ഇൻസ്പെക്ഷൻ ടൈഗർ യൂണിറ്റ് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കടുവയുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെത്തി. പലതും നാടൻ തോക്കുകളിൽ നിന്നുമുള്ളവയും പക്ഷിയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ പെല്ലറ്റുകളും ആയിരുന്നു.